സുഗമോദേവി സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതിയുടെ പ്ലാനിങ് നടപ്പിലാക്കാനായിട്ട് ആ സ്ത്രീയാണെങ്കിൽ സിദ്ധു ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് മുകളിലേക്ക് ഒരു വാളുമായിട്ട് കയറി ചെല്ലുകയാണ്. എന്നിട്ട് പുറകിൽ നിന്നും വെട്ടുന്നത് പോലെ ആയുന്നുണ്ട്. എന്തായാലും പിന്നീട് കാണിക്കുന്നത് ദേവികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അരുന്ധതിയുടെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നതാണ്. അരുന്ധതിയാണെങ്കിൽ ദേവികയെ സമാധാനിപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവൾ പറയുകയാണ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം, അവിടെ അച്ഛൻ കൊല്ലപ്പെട്ടു എന്ന്. അച്ഛൻ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവിടെ ആരും തന്നെ ഇല്ലെന്ന് ഇങ്ങനെ ദേവിക പറയുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ അരുന്ധതിയാണെങ്കിൽ സന്തോഷത്തോടു കൂടിയിട്ട് ചന്ദ്രോത്ത് വീട്ടിലേക്ക് ദേവികയുമായിട്ട് ചെല്ലുന്നുണ്ട്. അവരെത്തുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് നന്ദനും പ്രഭാവതിയും എത്തുന്നത്. കാര്യങ്ങൾ അറിയാതെ പ്രഭാവതിയും നന്ദനും ആകെ ഷോക്കാവുന്നു. എന്തിനാ ദേവിക കരയുന്നതെന്നും അരുന്ധതി എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴും എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാൾ കൊല്ലപ്പെട്ടുവെന്നും അപ്പോൾ പിന്നെ ശത്രുത വെച്ച് പുലർത്താനായിട്ട് പറ്റില്ലല്ലോ, അതുകൊണ്ട് വന്നതാണെന്നും അരുന്ധതി പറയുന്നുണ്ട്. അങ്ങനെ ദേവിക പറയുകയാണ് മുകളിലത്തെ റൂമിലാണ് ഡെഡ് ബോഡി എന്നും. അരുന്ധതിയാണെങ്കിൽ ആവേശത്തോട് കൂടിയിട്ട് മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നത്. അരുന്ധതി ഏർപ്പാടാക്കിയ ആ സ്ത്രീയെ വായ പൂട്ടി കെട്ടിയിട്ടിരിക്കുന്നു. എന്തായാലും സിദ്ധാർത്ഥനെക്കുറിച്ച് അറിയാനായിട്ട് അരുന്ധതി എല്ലാവിടെയും നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ എങ്ങും സിദ്ധാർത്ഥൻ്റെ ബോഡി പോലും കാണുന്നില്ല. അങ്ങനെ പ്രഭാവതിയും നന്ദനും ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നതെന്ന്. അങ്ങനെ താഴത്തേക്ക് ഇറങ്ങി വരുന്ന അരുന്ധതിയാണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ബോഡി എവിടെയെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രഭാവതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. എന്ത്, സിദ്ധുവിൻ്റെ ബോഡിയോ? അതെ, സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടു. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിക്കുകയാണ്. നന്ദനും ദേവി എന്താ ഈ കേൾക്കുന്നതൊക്കെ? അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട് ഇവിടെ ആരുമില്ലാത്തത് കൊണ്ട് ദേവിക മോൾ എൻ്റെ അടുത്തേക്കാണ് ഓടി വന്നത്. സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതിക്കും നന്ദനും അതങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. എന്തായാലും പെട്ടെന്നാണ് ദേവികയുടെ ഭാവമൊക്കെ തന്നെ മാറുന്നത്. അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്താ മോളെ ഇത്രയും നേരം കരഞ്ഞുകൊണ്ടിരുന്ന നീ, എന്തു പറ്റി പെട്ടെന്ന്? അങ്ങനെ പ്രഭാവതിയുടെയും നന്ദൻ്റെയും അടുത്ത് ദേവിക പറയുന്നുണ്ട് അമ്മയും നന്ദവും ഒരിക്കലും പേടിക്കേണ്ട, സങ്കടപ്പെടുകയും വേണ്ട, അച്ഛനൊന്നും തന്നെ പറ്റിയിട്ടില്ല, അച്ഛൻ സേഫാണ്. നമ്മുടെ ശത്രുക്കൾ പറ്റേ അങ്ങ് ഇല്ലാതാക്കാൻ നോക്കി, നമ്മുടെ അച്ഛനെയായിരുന്നു അവർ നോട്ടമിട്ടിരുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രഭാവതിയും നന്ദനും ഷോക്കാവുന്നു. എന്തൊക്കെയാണ് നീ പറയുന്നത്? അതെ അമ്മേ, അത് മുൻകൂട്ടി ഞങ്ങൾ മനസ്സിലാക്കി. അച്ഛൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ ഉണ്ടല്ലോ, അവർ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സാധു സ്ത്രീയല്ല, നമ്മുടെ ശത്രു നമ്മളില്ലാതാക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലേക്ക് കയറ്റിവിട്ട ഒരാളായിരുന്നു. അരുന്ധതിയാണെങ്കിൽ നിന്ന് വിയർക്കുകയാണ്. പ്രഭാവതിയാണെങ്കിൽ അരുന്ധതിയെ നോക്കുന്നുണ്ട്. അങ്ങനെ ദേവിക പറയുകയാണ് മേഡത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളെല്ലാ സത്യങ്ങളും അറിഞ്ഞു. അച്ഛൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സ്ത്രീ അച്ഛനെ ലക്ഷ്യമാക്കിയിട്ട് ഒരു വെട്ടുകത്തിയും എടുത്ത് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ പുറകെ പോയപ്പോൾ ആ ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എൻ്റെ അച്ഛന് നേരെ അവർ വാളോങ്ങാനായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരിക്കുമോ? എന്തായാലും അവരുടെ ലക്ഷ്യം പൂർത്തിയായില്ല എന്ന് മാത്രമല്ല സത്യങ്ങൾ മണി പോലെ ഞങ്ങളോട് പറയുകയും ചെയ്തു. എന്തായാലും മേഡത്തെക്കുറിച്ച് ഞാൻ ഒരിക്കലും ഇങ്ങനെ കരുതിയില്ല. എന്നെ സ്വന്തം മോളാണെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നുവെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിരുന്നതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? അമ്മ ഒരുപാട് തവണ പറഞ്ഞിരുന്നു നിങ്ങളെ വിശ്വസിക്കരുതെന്നും നിങ്ങളുടെ കൂടെ കൂടരുതെന്നും. ഇപ്പം മനസ്സിലായി. എന്തായാലും ഞങ്ങളുടെ അച്ഛനെ തൊട്ട് നിങ്ങളെ അങ്ങനെ വെറുതെ സന്തോഷിക്കാൻ വിടരുതല്ലോ. അതുകൊണ്ട് തന്നെയാണ് കുറച്ചങ്ങോട്ട് വിശ്വസിപ്പിച്ച് പിന്നീട് പൊട്ടിക്കാമെന്ന് കരുതിയത്. അങ്ങനെ പ്രഭാവതി പറയുന്നുണ്ട് നീയപ്പോൾ ഞങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നോ ആ സ്ത്രീയെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്? അങ്ങനെ അരുന്ധതിയാണെങ്കിൽ ആകെ വല്ലാതെയാവുകയാണ്. പെട്ടെന്നാണ് അവിടേക്ക് സിദ്ധാർത്ഥനാണെങ്കിൽ എത്തുന്നത്. അങ്ങനെ സിദ്ധുവിനെ കാണുമ്പോൾ തന്നെ അരുന്ധതി ആകെ ഞെട്ടിത്തരിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. നന്ദനും ദേവികയ്ക്കും പ്രഭാവതിയൊക്കെ തന്നെ സമാധാനമാവുകയാണ്. അങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ അച്ഛൻ പറയുമെന്നിങ്ങനെ ദേവിക പറയുന്നു. അങ്ങനെ സിദ്ധാർത്ഥൻ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. എന്താ അരുന്ധതി, നീ എന്താ വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും മണ്ടന്മാരാണെന്നോ? നിങ്ങൾക്ക് കാര്യങ്ങൾ മുൻകൂട്ടി അറിയാൻ കഴിവില്ലെന്ന് വിചാരിച്ചോ? എന്തായാലും നിൻ്റെ പ്ലാനിങ് ചീറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഇത്തരമൊരു ചീപ്പ് ഏർപ്പാട് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ അരുന്ധതി പറയുന്നുണ്ട് ആര് പറഞ്ഞു ഞാൻ കൊല്ലാനായിട്ടാണ് അവരെ ഇങ്ങോട്ട് വിട്ടയച്ചെന്നൊക്കെ. അങ്ങനെ ദേവിക പറയുകയാണ് ഇനി മേഡം ഒന്നും മിണ്ടിപ്പോവരുത്, അവരെല്ലാ സത്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളിത് ന്യൂസും വാർത്തയും ആക്കണ്ടെങ്കിൽ ആ സാധനത്തിനെയും വിളിച്ചിട്ട് ഇവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കൊള്ളാനായിട്ട് അരുന്ധതിയോട് ദേവിക പറയുന്നു. എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ പ്രഭാവതിയുടെ മുന്നിൽ ആകെ വിയർത്ത് നിൽക്കുകയാണ് അരുന്ധതി. അപ്പോൾ കാത്തിരിക്കാൻ കിടിലൻ എപ്പിസോഡ്സിനായിട്ട്